എന്തുകൊണ്ടായിരിക്കും AICCക്ക് കേരളത്തിലേക്കുള്ള പുതിയ PCC അധ്യക്ഷനെ തീരുമാനിച്ചിട്ട് അത് പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്നത്? സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി മലയാളിയാണ് KC വേണുഗോപാൽ. ഖണ്ഡിതമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിനോടകം. പക്ഷേ അത് പ്രഖ്യാപിക്കാൻ അശക്തമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം എന്നുണ്ടോ? അഭിലാഷ്, എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ നേരത്തെ തൊട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിലേക്ക് എത്തുന്നതിന് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇത്രത്തോളം ഒരു എതിർപ്പ്, നേരത്തെ നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇത്രത്തോളം ഒരു എതിർപ്പ് ഉണ്ടാകും എന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കില്ല. രണ്ടാമത് സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാളിപ്പോയി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സമുദായ സംഘടനകൾ ഇത്രത്തോളം വ്യക്തമായും വ്യാപകമായിട്ടും അഭിപ്രായങ്ങൾ പറയുമെന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ച് കാണത്തില്ല. മുരളീധരൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെയുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണുകയില്ല. ഏതായാലും എക്കാലത്തും കോൺഗ്രസിൽ KPC അധ്യക്ഷൻ തിരഞ്ഞെടുക്കുകയല്ലല്ലോ, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിന് സമാനമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുക പതിവായിരുന്നു. ഇത്തവണയും അങ്ങനെ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ഈ പേരിൽ നിന്ന് പിന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ ഹൈക്കമാൻഡ് എത്തിയെന്ന് വേണം കരുതാൻ. അത് ആന്റോ ആന്റണി തന്നെ ആയിരിക്കും KPCC പ്രസിഡന്റായി വരിക. ഇതുവരെയുള്ള സൂചനകൾ വെച്ചിട്ട് അത് തന്നെയാണ്. പക്ഷേ ഏറ്റവും ഒരു മോശപ്പെട്ട പ്രവണതയായി പറയുന്ന, അദ്ദേഹത്തിന് KSUവിലൂടെ പ്രവർത്തിച്ച് വന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിനെ ഒരു സഭയുടെ പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ട് KPCC അധ്യക്ഷനായി അനൗൺസ് ചെയ്യാൻ അവർ ഔദ്യോഗികമായി നടത്തുന്നില്ലായിരിക്കാം. പക്ഷേ ഫലത്തിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നാണ് പൊതുസമൂഹം വിചാരിക്കുന്നതും പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നതും. അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായും.